ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അതെ ഗൈസ്. അപ്പോൾ ഇത് കാഞ്ഞിരവേലി പാലം എന്നറിയപ്പെടും. പക്ഷെ ഞങ്ങളിവിടെ നിൽക്കുന്നത് നീണ്ടപാറയാണ്. അപ്പുറം ഇടുക്കി ജില്ല, ഇത് എറണാകുളം ജില്ല. ത്തിലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഈ കാണുന്നത് ഇടുക്കി ജില്ല പാർക്കാണ്. എറണാകുളം. ഇതേ കാണുന്ന ഭാഗം മൊത്തം എറണാകുളം ജില്ലയാണ്. സോ ഈ രണ്ട് ജില്ലയും കൂടി ബന്ധിപ്പിക്കുന്ന പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇത് സെൻട്രൽ പോർഷനാണ്. അതെ, ഇപ്പോൾ വെള്ളം കുറവാണ്. അതിപ്പോൾ വെള്ളം കുറവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പുല്ലും ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ മണലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് തന്നെ. അത് ഈ വെള്ളം കുറവായതുകൊണ്ടാണ്. അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബീച്ചിലെത്തിയ ഒരു വൈബാണ്. നമുക്ക് ഒരു 4 മണി സമയങ്ങളിലൊക്കെ ഒരു ബീച്ച് പോകാൻ തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട്. ഇപ്പൊ കൃത്യ സമയം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5:15. ബീച്ച് പോകണമെങ്കിൽ അങ്ങോട്ട് ഇവിടെ ബീച്ചിൽ മണ്ണല്ലേ. ഇത് പുഴ പോയി കുളിക്കാൻ തോന്നുവാണെങ്കിൽ പുഴ. അവിടെ നിന്ന് ഫോട്ടോ നല്ല ബ്ലൂ ആയിരിക്കും. ഹായ്, ഞങ്ങളിപ്പോൾ ഈ അതിൻ്റെ എൻഡിലോട്ട് പോവാണ്. അതിൻ്റെ അപ്പുറം റോഡുണ്ട്. റോഡിൽ ബസ് റൂട്ടാണ്. അതെ, നമ്മൾ വന്നത് ഇതേ പുറകെ കാണുന്ന സ്ഥലത്തോടെയാണ്. പക്ഷെ നമ്മൾ അക്കരയ്ക്ക് പോവാണ് ഗൈസ്. ഇത്ര സെറ്റപ്പാണ് ഈ സ്ഥലം. ആരും ഒന്ന് കൊള്ളാലോ. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ എൻഡിലെത്തി. ഇത് ഈ കാണുന്നതാണ് ഇടുക്കി ജില്ല. യെസ്, പുള്ളിയല്ലേ സീനറി. ഇനി നമ്മൾ ഇതിൻ്റെ അവിടെ ഇറങ്ങാം. ഞങ്ങൾ പാലത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ പോവാം. ആദ്യം കാണിച്ചില്ല ബീച്ചിൽ. ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇത്രേ ഉള്ളൂ വെള്ളം. ഞങ്ങൾ പുഴയിൽ നിന്ന് ഉണ്ടോ അടിപൊളി സൺസെറ്റ്. ഇതാണ് നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ബീച്ച്. നേരിമംഗലം ബീച്ചാണ്. ഈ സൈഡ് ഞങ്ങളിപ്പോൾ ബീച്ചായിട്ടും ആ സൈഡ് ഞങ്ങൾ പുഴയായിട്ടാണ് കണക്കൂട്ടിയേക്കണേ. അപ്പം ഞങ്ങൾ ആ സൈഡിലോട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. മഴ പെയ്ത ബീച്ച് പുഴയാകും, വെള്ളം തുറന്നു വിട്ടാലും ബീച്ച് പുഴയാകും. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സമയത്ത് വരുന്നതാണ് നല്ലത്. പക്ഷെ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. മഴയാണെങ്കിൽ വന്നിട്ട് കാര്യമില്ല. പിന്നെ വരാൻ കൃത്യസമയം എന്ന് പറയുന്നതും ഈ ഒരു ടൈമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ പുഴയുടെ നടുക്ക് നിൽക്കുവാണ്. അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടി സീനറി. ഇപ്പം നിൽക്കുന്ന ഫുൾ സൈഡ് ഫുള്ളും മണലാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. പുഴയാന്നേ പറയില്ല, ഒരു ബീച്ച് വൈബാണ്. അടിപൊളി, നല്ല സൺസെറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇപ്പുറ പോർഷനിൽ ഫുള്ളും വെള്ളവും അപ്പുറ പോർഷനിൽ ഫുള്ളും മണലുമാണ്. ഈ പോർഷനിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചങ്ങാടമുണ്ട്. ഞങ്ങളിപ്പോൾ ചങ്ങാടത്തിൽ കയറാൻ പോവാണ്. അത് ഞങ്ങളിപ്പോൾ ചങ്ങാടത്തിൽ കയറി. നല്ല രസമാണ് ഇവിടെ കാണാട്ടെ. ചങ്ങാടത്തിൽ ഇച്ചിരി ഇലയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പുഴ കിടക്കുമല്ലോ, അങ്ങനെ ചങ്ങാട് ഫുള്ള് ഇങ്ങനെ ഇല്ലി കൊണ്ടുള്ള ചങ്ങാട. അപ്പം ഇങ്ങനെ ഇലയൊക്കെ കിളർത്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ലൊരു വൈകുന്നേര സമയത്ത് വന്ന കാറ്റൊക്കെ കൊണ്ട് ചങ്ങാടത്തിൽ ഒരു റൈഡ് പോകണം. അടിപൊളി. ഇപ്പോൾ ഞങ്ങൾ ചങ്ങാടത്തിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ആൾക്കാരെ കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന ഭാഗമാണിത് കാണുന്നത്. നല്ല സീനറിയല്ലേ, പുഴയുടെ നടുക്കേക്കടെ ഒരു ഇത്. പിന്നെ ബാക്കിലായിട്ട് പാലം ഫുള്ളായിട്ട് സീനറിയിൽ കാണാൻ പറ്റും. സൈഡിലായിട്ട് ഈ പോർഷൻസ് മാത്രമാണ് ഇപ്പോൾ വെള്ളമായിട്ടുള്ളൂ. അപ്പുറത്തെ പോർഷൻസ് ഫുള്ളും ഇപ്പോൾ മണലാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി ഈ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തുടരെ വേറെ വ്ളോഗ്സ് വരുന്നതായിരിക്കും. നമ്മൾ ഇനി ഏതൊക്കെ സ്ഥലത്തോടെ പോകണോ ആ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അടിപൊളി. അതെന്ത് വർത്താനം ചേച്ചി, നെഗറ്റീവ് അടിക്കാൻ പാടില്ല.